ഡൽഹി കാർ സ്ഫോടനത്തിലെ അന്വേഷണത്തിൽ ചുരുളഴിയുന്നത് വൻ ഭീകരാക്രമണ പദ്ധതി. രാജ്യ തലസ്ഥാനത്ത് ഒരേ സമയം വിവിധ ഇടങ്ങളിൽ ആക്രമണത്തിന് ആസൂത്രണം നടന്നു എന്നതിന്റെ തെളിവുകൾ ലഭിച്ചു. ആക്രമണത്തിനായി ഭീകരർ വാങ്ങിയ ഒരു കാർ കൂടി ഫരീദാബാദ് അൽഫല സർവകലാശാലയിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഡൽഹി സ്ഫോടനത്തിന് മുൻപ് ഡോക്ടർ ഉമർ നബി രാജ്യ തലസ്ഥാനത്ത് തിരക്കുള്ള സ്ഥലങ്ങളിൽ കറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. സ്ഫോടന സമയത്ത് കാറിലുണ്ടായിരുന്നത് ഉമർ നബി തന്നെയെന്ന് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത വിജി ഒപ്പം അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. വിനീത വിജയിലേക്കാണ് ആദ്യം. വിനീത, ഇന്നിപ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഡയറി കുറിപ്പുകളിൽ നിന്നൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നു. പല ദിവസങ്ങളിലായി പല ഇടങ്ങളിൽ, അത് പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നതുൾപ്പെടെ ഇപ്പം തുർക്കിയുമായുള്ള ഇവരുടെ ബന്ധം എങ്ങനെയാണ്, ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധം, അങ്ങനെ കുറച്ചുകൂടി വ്യക്തതയോടെ ഇന്ന് കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് അല്ലേ? തീർച്ചയായും അനുജ, വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ഓരോ ആസൂത്രണത്തിന്റെയും ചുരുളുകൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു വരികയാണ്. അതിൽ ഇന്ന് മറ്റൊരു ഡോക്ടറെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് എന്ന ഡോക്ടറാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ കാൺപൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ജമ്മു കാശ്മീർ സ്വദേശി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാളിൽ നിന്നും ചില വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ ഫരീദാബാദ് ഭീകര സംഘവും ഈ സ്ഫോടനവുമായൊക്കെ ബന്ധപ്പെട്ട 15 പേരുടെ അറസ്റ്റാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 15 പേരിൽ ഡോക്ടർ ഉമർ അടക്കം 6 പേരാണ് ഈ മെഡിക്കൽ മേഖലയുമായുള്ളത്. 6 പേർ ഡോക്ടർമാരാണ്. ഇത് കൂടാതെ തന്നെ ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്. ഇയാളാണ് ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഈ ഭീകര സംഘവുമായൊക്കെ ഇവരെ ബന്ധിപ്പിച്ചിരുന്ന ഒരു കണ്ണി എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇർഫാൻ അഹമ്മദ് എന്ന ഫാർമസിസ്റ്റ് ആണ്. ഇയാൾ ശ്രീനഗറിലേക്കുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്തിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇവരിൽ നിന്നൊക്കെ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ കൂടി മുൻനിർത്തിയാണ് അന്വേഷണ സംഘം ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന് തുർക്കിയുമായുള്ള ഒരു ബന്ധം കൂടി ലഭ്യമാവുന്നത്. അതിൽ ഉഖാസ എന്നൊരു സംഘം, ഉഖാസ എന്ന് പറയുന്നത് അറബിയിൽ ചിലന്തി എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു രഹസ്യനാമത്തിൽ തുർക്കി ആസ്ഥാനമായിട്ടുള്ള ഒരു ഹാൻഡിൽ, ഈ ഹാൻഡിലുമായി ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന് ബന്ധമുണ്ടായിരുന്നു. അതിനെ ഇവരുമായി കണക്ട് ചെയ്തിരുന്നത് ഈ തുർക്കിയിൽ രഹസ്യ ഹാൻഡിലായിട്ടുള്ള ഈ ഉഖാസയാണ് ഇവരെ ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമൊക്കെയായി ഈ വൈറ്റ് കോളർ സംഘത്തെ ബന്ധിപ്പിച്ചിരുന്ന ഒരു പ്രധാന കണ്ണി എന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ കാർ ഓട്ടിച്ചിരുന്ന, സ്ഫോടനം നടന്ന ഈ കാർ ഓട്ടിച്ചിരുന്ന ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് ഈ തുർക്കി സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ഈ കേസിൽ, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ തന്നെ നിരവധി ഡോക്ടർമാരടക്കം അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സ്ഫോടക വസ്തുക്കൾ, ഫരീദാബാദ് ഭീകര സംഘത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച മുസ്മിൽ ഷക്കീലും ഈ ഡോക്ടർ ഉമറും ഒന്നിച്ചാണ് ഇരുവരും ഈ തുർക്കി സന്ദർശനം നടത്തിയിരുന്നതെന്നുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇവരുടെ പാസ്പോർട്ടുകൾ പരിശോധിച്ചപ്പോഴാണ് ഈ തുർക്കി സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ഉമർ നിരന്തരമായി ഈ ഉഖാസ എന്ന ഈ രഹസ്യനാമത്തിലുള്ള ഹാൻഡിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഡൽഹി സ്ഫോടനത്തിന്റെ വിവരങ്ങളടക്കം ഇവർ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അത്തരത്തിലേക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇവരെല്ലാവരും ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയായിരുന്നു പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ തുർക്കി സന്ദർശനം കഴിഞ്ഞെത്തിയതിനു ശേഷം ഈ ടെലിഗ്രാം ഗ്രൂപ്പുകൾ വളരെ പെട്ടെന്ന് തന്നെ സജീവമാവുകയും ഈ ആളുകൾ, ഈ ഡോക്ടർമാർ പല സംസ്ഥാനങ്ങളിലായി അവർ നിയമനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മുസ്മിൽ ഷക്കീൽ ഈ ഇതിന് ശേഷമാണ് ഈ UP-ലുള്ള മെഡിക്കൽ കോളേജിൽ എത്തുകയും അവിടെ ജോയിൻ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. ഇത് അവർ പറയുന്നത് ഈ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തിൽ ഈ ഗ്രൂപ്പുകളിലുള്ള ഈ ഡോക്ടർമാർ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിയമനം തേടുകയും അവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ പോയി അവർ അവിടെ ജോയിൻ ചെയ്യുകയും ഒക്കെ ചെയ്തതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതാണെങ്കിലും എല്ലാ വഴിയും തേടിക്കൊണ്ട് തന്നെയാണ്, വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. NIA-യുടെ പ്രത്യേക സംഘമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. ഇവർ ബന്ധപ്പെട്ടവർ, ഈ ഭീകര സംഘം, ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ടെലിഗ്രാം വഴി ഉൾപ്പെടെ ബന്ധപ്പെട്ടവരൊക്കെ തന്നെ നിരീക്ഷണത്തിലാണെന്നും പറയുന്നുണ്ട്. ഇന്ന് മറ്റൊരു കാർ കൂടി അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നു. അത് ഡോക്ടർ ഷഹീനയുടെ കാർ എന്നാണ് പറയുന്നത്. ഈ ഡോക്ടർ ഒരു ലേഡി ഡോക്ടറാണ്. നേരത്തെ തന്നെ ഇവരുടെ ഈ കാറിൽ നിന്നൊരു AK-47 കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഈ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധമുണ്ട് എന്നും ജെയ്ഷെ മുഹമ്മദിലേക്ക് വനിതകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനുള്ള ഒരു ചുമതല ഈ ഷഹീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. അനുജ,
അതാണ് വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് NIA ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ചുകൂടി പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. അവരുടെ ഡയറി കുറിപ്പുകളൊക്കെ സംഘം പിടിച്ചെടുത്തു. അതിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ കിട്ടി. 6 ഇടങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നുള്ളതാണ്. അത് ഡിസംബർ 6 ഉൾപ്പെടെ ആക്രമണത്തിന് പദ്ധതിയിട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട മേഖലകളിൽ ഉൾപ്പെടെ അവർ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. ഇവർക്ക് തുർക്കിയിൽ എങ്ങനെയാണ് തുർക്കിയുമായി ബന്ധമുള്ളത് എന്നത് ഉക്കാസ എന്നൊരു ഹാൻഡിൽ, അതുമായുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെയൊക്കെ വിവരങ്ങൾ, തെളിവുകൾ എല്ലാം NIA സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രതിനിധികൾ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ജെയ്ഷെ മുഹമ്മദുമായി എങ്ങനെയാണ് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നത്, അതിൽ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘവുമായി ഇതിലെ സംഘത്തിലെ അംഗത്തിൻ്റെ ബന്ധം എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒക്കെയുള്ള വ്യക്തതയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഒരാൾ കൂടി ഇന്ന് പിടിയിലായി എന്നതും വളരെ നിർണായകമായി അന്വേഷണത്തിൽ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. ഒരു മരണം കൂടി ഇന്ന് സംഭവിക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.